അപ്പോ നീ പറഞ്ഞാലും നിന്റെ മോൾ അനുസരിക്കില്ലെന്നാണോ? ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി അച്ഛ. മോളെ, ഇങ്ങനെ കുടുംബത്തിൽ അപമാനം ഉണ്ടാക്കുന്നതിലും നല്ലത് വല്ല ട്രെയിനിലും തലവെച്ച് ചാകുന്നതാ. അയ്യോ അച്ഛ. ഹലോ, എന്റെ ഓഫീസല്ലേ? ആ കുട്ടിയുടെ അമ്മയും അപ്പൂപ്പനും തീവണ്ടിക്ക് തലവെക്കും. ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ. പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെട്ടുകത്തി ഫൈനാൻസിയേഴ്സ് ആൻഡ് റോയൽ പാറ്റാഗുളികാസ്. ടി വി സീരിയലായിരുന്നു ഞാൻ. വാ, ഒയ്ക്കോ, ഞാൻ പിന്നെ വരാം. ഈ സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ടാകുന്ന നന്നായി, ഇല്ലെങ്കിൽ കയറ് കെട്ടി ഇറങ്ങേണ്ടി വന്നേനെ. ഇതായിരിക്കും ആ പയ്യന്റെ ബെഡ്റൂം, അതായത് കിടക്കമുറി. അയ്യേ, കിടക്കമുറിയാണ്. ശരി, കൊച്ചു കള്ള, എന്തിനാ ഇത്ര ധൃതി? അയ്യോ, മുതലാളി ചുമക്കുന്നു, ഉണന്നെന്നാ തോന്നേ. ഇത് തന്നെ അവന്റെ മുറി. ഇൻസുറൻസ് ബോക്സാ. ഇത് തന്നെയാണ് സച്ചിന്റെ ഡ്രസ്. ഇത് തന്നെ. ഇതിരിക്കട്ടെ. അവന്റെ ഒരു വിരലടയാളം കൂടി കിട്ടിയിരുന്നെങ്കിൽ. ദാക്ഷായണി, നീ ഇതെവിടായിരുന്നു? ഞാൻ മുതലാളിയുടെ ചുമ കേട്ടിട്ട് ഇപ്പോഴല്ലേ ചേട്ടന്റെ അടുത്ത് പോയത്. അതിന് ഞാൻ ഇപ്പോഴല്ലേ ഇവിടെ വന്നത്. ഓ, നീ എന്തോ ഇങ്ങനെ? അല്ലേ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വെളിവും ഉണ്ടാകത്തില്ല. ഓ, അത് നിന്റെ ഒരു തോന്നലല്ലേയോടി എന്റെ പൊന്നു ദാക്ഷായണി. മോനോടി, ഞങ്ങൾ ഇപ്പൊ വരാം. കണ്ണിലെന്താണോ? ആരാ? അത് തന്നെ എനിക്കും അറിയേണ്ടത്. നീ ആരാ? സച്ചിൻ. കയ്യിലെവിടെ? 2, 1.5 അടിയും കൃത്യം. ഓന്റെ അച്ഛനും അമ്മയും അവർ രണ്ട് വഴിക്ക് പോയി. മൈ ഗോഡ്, എന്റെ ഈശ്വര, ഡോക്ടർ കൽപ്പിച്ചതും പേഷ്യന്റ് ഇച്ഛിച്ചതും മിൽക്കെന്നെ. മോനെ, മോൻ മാമന്റെ കൂടെ വാ. എന്തിനാ? മോനെ ഞാൻ കപ്പയും മീനും പപ്പയും മമ്മിയും കാണിച്ചു തരാം. പപ്പയും മമ്മിയും വരും. വരും. അവര് ഡൈവേഴ്സ് ആയി പോയില്ലേ? മോൻ മാമന്റെ കൂടെ വാ. വാ വാ. തനിക്ക് എന്താ കാര്യം? ഈ അനാഥ കുട്ടിയുടെ കാര്യത്തിൽ താൻ ഇടപെടാൻ പാടില്ല. അനാഥ കുട്ടിയോ? ഇത് ഞങ്ങളുടെ കുട്ടിയാ. എന്താ തെളിവ്? ഒന്ന് മാറിയേ. വാമനെ, 3.5 അടി 1 അടി തീർന്നത് ഭാഗ്യം. സച്ചേ മോനെ, സച്ചേ മോനെ, സച്ചിനെ, സച്ചേ. എന്താടാ, എന്ത് പറ്റി? എന്നെ പിടിക്കാൻ ഒരാള് വരുന്നു. എവിടെന്ന്? അനാഥാലയത്തിൽ നിന്ന്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിന്നെ ആരും കൊണ്ടുപോകില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ബ്രദർ, ഗെറ്റ് റെഡി.
മാജിക് ലാമ്പ ഇതായിരിക്കുന്ന കസേരയായിരിക്കും. അല്ല, ഇവിടെയായിരിക്കും കിടന്നുറങ്ങുന്നത്. മണത്ത് നോക്കാം. ഓഹോ, ഇതാണ് അവൻ കളിക്കുന്ന ടെമ്പിൾ ടെന്നീസ്. കൈ കൊണ്ടെടുക്കണ്ട. അവന്റെ ഡ്രസ്സിന്റെ അതേ മണം. ഈ പില്ലോ 1, 2, 4 അടി വെച്ച് നോക്കുമ്പോ കറക്റ്റാ. കറക്റ്റ് പില്ലോ. ഒരാൾക്ക് 2 നേടല്ലോ. സലാം. ഏക്കണ്ട് ആശ കലക്കി. ബെസ്റ്റ് ടൈമിംഗ്. പൂത്തി. എന്താ എന്താ ഒന്നുമില്ല. കള്ളു കൊണ്ടടാ. എന്താ എന്ത് പറ്റി? പോടാ ചാടോ. അയ്യോ, എന്താ എന്താടാ? അവിടെ പോയി കിടക്കണോ? ഇതിന്റെ അടിയിലുമില്ല. സച്ചി വിളിച്ചു. സൂചി വെക്കാൻ വന്നാൽ തിങ്ങളിരിക്കും. ആരാടാ നീ? ഞാൻ ഇച്ചുവോക്ക്. എന്ത് കോപ്പ്? കോപ്പല്ല, ഇച്ചുവോക്ക്. നിനക്കെന്താണ് ഇവിടെ കാര്യം? കാണാതായ ആൾക്കാരെ കണ്ടുപിടിക്കല എന്റെ ജോലി. ആ, കുട്ടിയെ പിടിച്ചോണ്ട് പോകാൻ അനാഥാലയത്തിൽ നിന്നും വന്നവൻ. എന്റെ പൊന്നു പ്രദേശ്, ഞാൻ അനാഥാലയത്തിൽ നിന്ന് വന്നതല്ല. അവൻ അനാഥനും അല്ല. വേണ്ട കൊല്ലക്കുടി സൂചി വെക്കല്ലേ. ഈ കൊല്ലം കുറെ നേരമായില്ല സൂചിപ്പിക്കാൻ തുടങ്ങിയിട്ട്. വിചാരിക്കില്ല ഞാൻ. നിങ്ങൾ എന്നെ വിശ്വസിക്ക്, ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. അവന് അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവനെ വിളിക്ക്. ജോജി. അയ്യ, അവന്റെ പേര് ജോജി എന്നല്ല, സച്ചിൻ. സച്ചിൻ. സച്ചിൻ.